ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് മീന്തൽക്കറി ഉണ്ടാക്കിയാലോ? തൊലി അങ്ങ് പൊളിക്കാം. നമുക്ക് വിറക് അടുപ്പിൽ അടുക്കി വെച്ച് തീ പിടിപ്പിക്കാം. ഉപ്പിട്ട് നന്നായിട്ട് തിരുമാം. നന്നായിട്ട് ഒരു 4-5 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. നമുക്ക് ചുവന്നുള്ളി നന്നായിട്ട് പൊളിച്ച്, വെളുത്തുള്ളി പൊളിച്ച്, ഇഞ്ചിയും ചിരണ്ടി, മുളകും കീറി വെക്കാം. ഇതെല്ലാം നമുക്ക് മീനിലേക്ക് നന്നായിട്ട് അരിഞ്ഞ് ചേർക്കാം. ചിരിച്ചിട്ട് തീയ വെച്ച് നമുക്ക് ചില വെള്ളം ഒഴിച്ച് കൊടുക്കാം. കരിവേപ്പില നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നമുക്ക് പുളിയും കരിവേപ്പിലയും കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം നല്ലപോലെ ചൂടായിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. പുളിയൊക്കെ നല്ലപോലെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചൂടാക്കിയിട്ട് പച്ച മണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മീനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ അങ്ങനെ ഇളക്കി യോജിപ്പിക്കാം. മൂടെ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വേകട്ടെ. നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണേ. ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. സൂപ്പർ, എല്ലാം പാകത്തിന് പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ വാങ്ങി വെക്കാം. ചേമ്പ് മാതാനായിട്ട് നമുക്കൊരു കാപ്പിക്കമ്പ് വെട്ടാം. നമുക്കൊന്ന് കുഴിച്ച് നോക്കാം ചേമ്പിൻ്റെ ചുവട്ടിൽ. ഓരോന്നോരോന്ന് കിട്ടുന്നുണ്ട്. കുറേ ദിവസമായിട്ട് പറിക്കാതെ നിന്ന ചേമ്പായിരുന്നു. ഇഷ്ടംപോലെ ഉണ്ട്, വിത്തുണ്ട്. ചെറിയ വിത്താവട്ടോ, എല്ലാം കുഞ്ഞു കുഞ്ഞു വിത്തുകളാണ്.
ചേമ്പ് വിത്ത് നമുക്ക് ചിരണ്ടിയിട്ട് നന്നായിട്ട് പുഴുങ്ങാം, അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം തൊലി പിടിക്കണമല്ലോ കുത്തിയിരുന്നു. അച്ഛൻ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പം നല്ല രീതിയിൽ നമുക്ക് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യാം. ചേമ്പും മീന്തലയും കഴിക്കാനായിട്ട് നമുക്ക് വട്ടയില പറിക്കാം. അതിലേക്ക് നമുക്ക് കുടഞ്ഞ ചേമ്പ് വിത്ത് ഇടാം. ചേമ്പ് പുഴുങ്ങിയതും മീൻതലക്കറിയും റെഡി. നമുക്ക് കഴിച്ചാലോ? ഇതുണ്ടമ്മോ കഴിച്ചില്ല? ഇങ്ങോട്ടാ.